ഞാൻ പഠിച്ച വിഷയത്തിലല്ലല്ലോ ഉപജീവനം. അവർ പറയുന്നത് ഞാൻ തുള്ളലാണ് പഠിച്ചത്, അതുകൊണ്ട് അതിൽ ഉപജീവനം. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ ക്വാളിഫിക്കേഷൻ MA ആൻഡ് MPhil ഇൻ തിയേറ്റർ ആർട്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ ഉപജീവനം നടത്തുന്നത്. അഭിനയം എന്ന വിഷയത്തിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അല്ല സ്നേഹ, അവര് പറയുന്ന കേട്ട് സ്നേഹ ജീവിക്കണമെന്ന് പറയുന്നത് അത് ഇവിടുത്തെ ന്യായമാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അവര് പറയുന്ന കേട്ട് സ്നേഹ എന്നല്ല, ഈ ലോകത്തെ ഒരു മനുഷ്യനും ജീവിക്കേണ്ട കാര്യമില്ല. അവരവർക്ക് ഇഷ്ടമുള്ള ഉപജീവന മാർഗം തിരഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും അക്കാഡമിക്കലി പോയിട്ട് എന്നാൽ ഇന്നൊന്ന് ബിസിനസ് പഠിച്ചേക്കാം, നാളെ മുതൽ ബിസിനസ് ചെയ്യാം എന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല. ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങി, എന്നെ കൊണ്ടത് സാധിക്കുമെന്ന് തോന്നി. 2 വർഷമായി ഞാൻ സക്സസ്ഫുള്ളി തന്നെയാണ് എൻ്റെ ബിസിനസ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ ഉയർച്ചയുടെ ഒരു സമയത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതെ. അപ്പോൾ അത് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അതിലേക്ക് ആഡ് ഓൺ ചെയ്യാണ്. ഇപ്പോൾ നിലവിൽ നമുക്കുള്ളത് ഓൺലൈൻ സ്റ്റോറാണ്, ക്ലോത്തിങ് സ്റ്റോറാണ്, സാരീസാണ് കൂടുതൽ. അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നു. നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നു. ഉടനെ തന്നെ നമ്മുടെ സ്റ്റോർ ഓപ്പൺ ആവുന്നു. ഇതെല്ലാം ഗ്രാൻഡ് ലോഞ്ചിങ്ങിന് വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഈ സമയത്ത് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ഞാൻ എന്തിനാണ് പ്രതികരിക്കുന്നത്? ഞാൻ തോറ്റുപോയി എന്ന് എനിക്ക് തോന്നും വരെ ഞാൻ തോറ്റിട്ടില്ല.